ഹായ്, നമസ്കാരം. ഞാനിന്നുള്ളത് പോളച്ചിറയിലെ കുഴുപ്പിൽ എന്ന പ്രദേശത്താണ്. ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. എൻ്റെ സ്വന്തം വില്ലേജ് കൂടിയാണ്. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നമ്മുടെ പോളച്ചിറയുടെ അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു കൊച്ചുമിടുക്കി ഇവിടെയുണ്ട്. ആ മോളുടെ വിശേഷങ്ങളാണ് ഇന്ന് ജോലി ജംഗ്ഷൻ മീഡിയയിലൂടെ എത്തിക്കുന്നത്. അപ്പോൾ മോളെ ഒന്ന് കാണാം, നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. കൺഗ്രാജുലേഷൻ. രണ്ട് കയ്യുണ്ട് പോയി മലത്തെ കയറി. കൺഗ്രാജുലേഷൻ. മോളെ പേരെന്തോ? കൃഷ്ണ. എന്തുവാ മോള് പുതിയ ബുക്കിലൊക്കെ ഇടം പിടിച്ചെന്ന് പറയുന്നല്ലേ? എന്താണ് ഓർമ്മയുണ്ടോ? ബുക്കിൻ്റെ പേരെന്താ? ആ ബുക്ക് കിട്ടിയ അവാർഡ് കിട്ടിയ ബുക്കിൻ്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണോ? എന്തിനാണ് കിട്ടിയത്? ഈ സ്ഥലങ്ങളും പേരുകളും ഒക്കെ ഓർത്ത് പറയൂലേ? നമുക്കതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് അവിടെ പോയിരുന്ന് അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കാം. അപ്പം കറൻസി ഒന്നുകൂടെ പറഞ്ഞ മോളെ, കറൻസികൾ പറ. ഇന്ത്യൻ റുപ്പി പറ. ഡോളർ, UK, UK, yen, ജപ്പാൻ, യൂറോ, ഫാർ, രൂപ, റഷ്യ, UK, ചൈനീസ് യുവൻ, ചൈന, ലീല, ബസി, ഐസാന്റെ കോണ, ഐസ, ഡാൻസ് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരൊക്കെ ഉണ്ടോ? എത്ര കൂട്ടുകാരുണ്ട്? കൂട്ടുകാരെ പേര് പറഞ്ഞേ. എത്ര കൂട്ടുകാരായി? 5. അപ്പോൾ നമ്മൾ മോളുടെ കൂടെയും മോളുടെ മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും കൂടെയാണുള്ളത്. നമുക്കിവരാദ്യം ഈ ഫാമിലി ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം മോളുടെ ആ ഒരു കഴിവിലേക്ക് എത്താം. അമൽരാജ് അല്ലേ? അമൽരാജ്. വൈഷ്ണു പേര് സവിത. മോൻ്റെ പേരെന്താ? അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എസ് പബ്ലിക്കിൽ. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പോകുന്നു നമ്മളവിടെ. ആദ്യം എന്താ പറയാൻ പോകുന്നത്? സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ അല്ലേ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലും പറഞ്ഞ മോളെ കേൾക്കട്ടെ. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ, ജാർഖണ്ഡ്, ആന്ധ്ര, കർണാടക, ബാംഗ്ലൂർ, കേരളം, തിരുവനന്തപുരം, മധ്യപ്രദേശ്, മണിപ്പൂർ, ഇരിഫ മേഘാലയ, ഷിലോങ്, മിസോറാം, ഹൈഫ, നാഗാലാൻഡ്, കൊഹിമ, ഒഡീഷ, മണിപ്പൂർ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, അഗത്തായി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. കഴിഞ്ഞോ? ഇത് നമ്മളെ എക്സ്പ്രസ് വേണമല്ലോ. നമ്മളെ വന്ദേ ഭാരതിൻ്റെ ഒന്നും ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. ശരി, ഇനി എന്താണ് അടുത്ത ഡിസ്ട്രിക്റ്റുകളുടെ പേര് പറഞ്ഞാൽ? കേരള ഡിസ്ട്രിക്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കഴിഞ്ഞു. എല്ലാ ജില്ലകളും പറഞ്ഞു. ഈ മോക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കി? ആരാണിത്? എങ്ങനെയാണിത് ഇതിലോട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് 21-ാം തീയതി മോള് ജനിക്കുന്നത്. 24-ാം തീയതി ലോക്ക്ഡൗൺ ആയിരുന്നു. അത് നമ്മൾ അകത്തേറി. ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലായിരുന്നു. ഇദ്ദേഹത്തോടുണ്ടായ നമ്മളെ ഒരു സഹവാസം മൊത്തം നമ്മൾ പുറത്തു പോകാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ കണ്ട് ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അയാൾ സമയം കൂടുതൽ വീട്ടിലായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ഇദ്ദേഹമായിട്ടായിരുന്നു നമ്മളെ അതിൽ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പോൾ ഇദ്ദേഹം മോൻ്റെ ഒരു 5ാം ക്ലാസ്സിലൊരു കൊറോണ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചിടാനായിട്ടൊരു പോയം ഇട്ടായിരുന്നു. കവിത, ഹിന്ദി കവിതയായിരുന്നു. രാരിമാം എന്ന് പറഞ്ഞൊരു ഫസ്റ്റ്. അപ്പൊ അമ്മയെ കുറിച്ചുള്ളതായതുകൊണ്ട് മോക്കും ആ ഒരു ടൂണും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം മോനെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അങ്ങനെയാണ് ഈ ഒരു മെമ്മറി പവർ, ഈ ഓർമ്മശക്തി ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളങ്ങ് പറയുമ്പോൾ 2 പ്രാവശ്യം പറയുമ്പോഴേ തിരിച്ച് പറയും. ഞാൻ പാട്ട് പിന്നെ സംസാരിച്ച് തുടങ്ങി തന്നെ ആ പാട്ട് തിരിച്ച് നമുക്ക് പാടിത്തരും. അതേത് പാട്ടാണ് നമ്മൾ പാടിയത്? ആ പാട്ടൊന്ന് പാടി. ആ പാട്ട് പഠിക്കും.
മേരി പരിമ പരിമ പരി പരി അമ്മ മേരി मीठे मीठे गीन सुनाती तसा तसा जुबेली सती तरर तरगा കാണാനെത്തി മേരി സരി ക്ലാസ്സിലെ ഇപ്പോൾ LKG പോയി തുടങ്ങിയതേ ഈ വർഷം പോയി തുടങ്ങിയല്ലോ ശരി ഈ മാസം സ്കൂൾ ഈ വർഷത്തെ വേറെ അത് കൂടാതെ ഡാൻസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ? ഡാൻസ് പഠിക്കുന്നത്. പിന്നെ ഇനി എന്താണ് നമ്മൾ പറയുന്നത്? പ്രധാനമന്ത്രിമാരുടെ പേര് പറയൂ. അതാ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ഉഷത്തിനന്ദ രാപേരിക്കുഷത്ത് ഇന്ദിരാഗാന്ധി മുരാരി ദേശാസി രാജീവ് ഗാന്ധി വിശാല വരാസി തന്റെ രേഖ എഴുതമ്മ സിംഹബാബു എഴുതി വാജ്പേയി എച്ച്.ഡി.ഗൌഡ കുമാർ ഗുരുദ മമ്മൂസി നരേന്ദ്രമോദി എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് നരേന്ദ്രമോദിയിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താ മോളെ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇപ്പം മോദിജി അങ്ങോട്ട് മോദി മോദിജി നരേന്ദ്രമോദി ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. അതൊക്കെ ടി.വിയിലെ കണ്ടായിരുന്നല്ലോ അല്ലേ? പ്രസിഡൻസ് അറിയാം, ഇന്ത്യൻ പ്രസിഡൻസ്. ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സാരിപ്പേര് രാജാകൃഷ്ണൻ ഡോക്ടർ റക്കർ ഹുസൈൻ വനനഗിരി വെങ്കടഗിരി ഡോക്ടർ ഫക്കീറെ ദരിയം നീന സഞ്ജയ് റെഡ്ഡി നിയാന ശ്രീരാമസ്വാമി വെങ്കടറാം രംഗദേവ ശർമ്മ കിയാണ് എപ്പിച്ചു അട്ടുക്ക പെടമ മട്ട പെണ്ണ ഗുക്രിച്ചി നാനാ ഗോമി ദോബലി മോമു. വെരി ഗുഡ്. ഇതൊന്നും നമുക്കറിഞ്ഞൂടാ കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ അതൊന്നും തെറ്റൊന്നും ഇല്ലാതെ പറയുന്നത് നമ്മളാദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി അടുത്തത് എന്താ? ഇനി ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലേ? നമ്പൂരെ പാത്ത് പത്താറ് പുള്ള ആശങ്ക ഈ അച്ചമേറോ കെ കാണാറ് എക്കെ അച്ചര് പി കെ രാമനായ ഈച്ചമേറിയ കോയ എക്കി നരന ഉമ്മൻചാണ്ടി നീ സഞ്ജിതാനന്ദ പ്രധാന വിജയൻ പിണറായി വിജയൻ. നമ്മൾ ഈ ഇതിനകത്ത് എവിടെ വെച്ചായിരുന്നു ഇതിന്റെ റെക്കോർഡ്സിന്റെ ഒരു കോൺടാക്ട് നടന്നത്? അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. കൊച്ചുങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. അവര് ജഡ്ജിനെ വേണമെങ്കിൽ അവർ വരും. പിന്നെ മറ്റു നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കും. ഇത് റെക്കോർഡ്സ് ആ ബുക്കിൽ ലിസ്റ്റ് ചെയ്തോ? പേരൊക്കെ വന്നോ? ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ അവർക്കുള്ള ഇത് വരുമ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തിലും അവർ അപ്ലോഡ് ചെയ്യും. അത് വന്നില്ലല്ലോ, അവാർഡ് വന്നാ? വന്നിട്ടില്ല, ഇനി വരത്തേ ഉള്ളൂ. മെയിൽ വന്നാ. ഇനി വേറെന്താ പറയാനുള്ള മോക്ക്? വേറെന്തെങ്കിലും? പ്ലാനറ്റ്സ്. ഓക്കെ, പ്ലാനറ്റ്സിന്റെ പേര് പറ. മെർക്കുറി വീനസ് ജൂപ്പിറ്റർ സാറ്റർൻ യുറാനസ് നെപ്റ്റ്യൂൺ. കോർഡിനേറ്റ്സ് പറയും. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. നാഷണൽ ആനിമൽ ടൈഗർ. നാഷണൽ ട്രീ ബന്നി ട്രീ. നാഷണൽ സോങ് വന്ദേ മാതരം. നാഷണൽ ഫ്രൂട്ട് മാംഗോ. നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യ. നമ്മുടെ സംസ്ഥാനം കേരളം. കരയിലെ ഏറ്റവും വലിയ ജീവി? ആന. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ്? പെപ്പർ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി? ഏലക്ക. വിരലുകളില്ലെങ്കിലും നഖമുള്ള ജീവി ഏതാ? ആന. ഉറക്കെ പറയൂ. ആന. വയറ്റിൽ പല്ലുള്ള ജീവി? ഞണ്ട്. ഡോൾഫിൻ പോയിന്റ് ഏത് ജില്ലയിലാ? കോഴിക്കോട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത് നമ്മുടെ ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ കുഴുപ്പിൽ വാർഡാണ്. കുഴുപ്പിൽ വാർഡ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സുജയ് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ മോളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു അഭിമാനകരമായ നേട്ടമാണ് നമ്മളെ ഈ ഒരു പഞ്ചായത്ത്. നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാര്യം ആദ്യം രാത്രിയാണ് അമൽ
എനിക്ക് മൊബൈലിലേക്ക് ഇത് അയച്ചു തരുന്നത്, എന്നിട്ട് വിളിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴെനിക്കത് കാൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളാകെ എക്സൈറ്റഡ് ആയിപ്പോയി. കാര്യം നമ്മുടെ നാട്ടിൽ നിന്നൊരു കൊച്ചുമുടിക്ക് ഇതേപോലൊരു പിന്നെ ഇന്ത്യൻ റെക്കോർഡ്സ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആലോചിച്ചത് ഇത്തരത്തിൽ തന്നെ അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ്. 4 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പല കുട്ടികളും ഇതേപോലെ കഴിവുകളുള്ള പല കുട്ടികളും പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുണ്ട്. പക്ഷേ അവരെ ഒന്നും നമുക്ക് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് പിന്നെ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യമാണ്. ഇത് വളരെ പൊടിയിൽ തന്നെ കഴിവ് കണ്ടെത്തി മാതാപിതാക്കളെ അതോടൊപ്പം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പഞ്ചായത്ത് ഇപ്പോൾ ഒരു പരിപാടി ഇട്ടുണ്ട്, കരിയർ ഗൈഡൻസ് ക്ലാസ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ കുട്ടി വളരെ ഉന്നതിയിലെത്തട്ടെ എന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് നമുക്കെല്ലാം അഭിമാനമാണ്. അത് വളർന്ന് അവരെ രക്ഷകർത്താക്കളും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ചിലരൊക്കെ ആണെങ്കിൽ പിന്നെ ചില രക്ഷകർത്താക്കളാണെങ്കിൽ എപ്പോഴും 24 മണിക്കൂറും പുസ്തകം മാത്രം വായിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ്. പക്ഷേ ഇപ്പം ഇതങ്ങനല്ല. അതിൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ രക്ഷകർത്താക്കൾ കൃത്യമായി അതിനോടൊപ്പം ഫോളോ ചെയ്യുന്നു. പിന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. ഇനി ലോകത്തിലെ കാര്യങ്ങൾ കൂടി പഠിക്കണം കേട്ടോ. ലോകത്തിൽ എത്ര മെയിനായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, UN മെമ്പറായിട്ടുള്ള എത്ര രാജ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കുറേശ്ശെ പഠിക്കണം. അച്ഛനും അമ്മയും അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഇപ്പം നെറ്റുണ്ടല്ലോ, നമുക്ക് ഓൺലൈനിൽ കൂടെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് വലിയ ആളായി മാറട്ടെ. ഒരുപാട് ഇപ്പോൾ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം നേടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ. കണ്ണാതുമ്പി പോരാമോ എന്നോടിട്ടം കൂടാമോ, ഇന്നെ കൂടായില്ലല്ലോ ഇന്നെ നുള്ളി പൂക്കാടാം കളിയാടാമീ കിളിമലത്തരയോയം കളിയാടാമീ കിളിമലത്തരയോയം കണ്ണാതുമ്പി പോരാമോ എന്നോടിട്ടം കൂടാമോ, എന്നെ കൂടാ ഇല്ലല്ലോ ഇന്നെ നുള്ളി പൂക്കാലോ.